പറയാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് മരണം, മരണാനന്തര ജീവിതം. അതെന്താ ഇങ്ങനെ പറയാനും പഠിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വന്നതെന്നറിയാവോ? മലയാളത്തിൽ കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ ഞാൻ നേരത്തെ മുതലേ വായിച്ചിട്ടുണ്ട്. ഓരോ ക്രിസ്തീയ മതക്കാരെന്ന് മാത്രമല്ല, ഇവിടെയുള്ള മതപരമായ ചിന്താഗതിയുള്ള എല്ലാവരും അവരവരുടെ മതം അനുശാസിക്കുന്നത് പോലെ ഈ വിഷയത്തെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുമുണ്ട്. തികച്ചും വചനപ്രകാരം ആണ് എന്ന് പറയുന്ന കുറച്ച് ചുരുക്കം പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവമക്കളിൽ നിന്നുള്ള ആ വിഷയം തീർന്നു കഴിഞ്ഞപ്പോൾ ജോസാറാണ് ആദ്യം ഈ വിഷയം എടുക്കാനായിട്ട് പറഞ്ഞത്. എനിക്കിതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇതിനെ സംബന്ധിച്ച് എടുക്കേണ്ട വരുമെന്നൊരു തോന്നലുണ്ടായിരുന്നുമില്ല. പിന്നീട് ഞാൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് നോക്കാനുള്ള പുസ്തകങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ്. പിന്നെ ജോസ് മാസ്റ്റർക്ക് ഇവിടെയുള്ള പുസ്തകങ്ങൾ ആണ് ഞാൻ പെട്ടെന്ന് വന്ന് എടുത്ത് നോക്കുന്നത്. അച്ഛനോട് ആ പുസ്തകം പറഞ്ഞിട്ട് ഇവിടെ എല്ലാം നോക്കിയിട്ട് ഒരു പുസ്തകം കിട്ടി. അത് ഡോക്ടർ ബില്ലി ഗ്രഹാം എഴുതിയ മരണവും മരണാനന്തര ജീവിതവും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, മറന്നുപോയി വർഷങ്ങൾക്ക് മുമ്പ്. പാസ്റ്റർ T.S. ബാലൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ മരിച്ചവർ എവിടെ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിവിടെ ഇല്ല. ഞാൻ ഇന്നലെ വീട്ടിൽ പോയത് പ്രധാനമായിട്ടും അവിടെ ചെന്ന് ആ പുസ്തകം തപ്പിയെടുക്കാനായിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടി, അതും വായിച്ചു ഇതിനിടയ്ക്ക്. അത് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്, ഏത് പുസ്തകം വായിച്ചാലും ആഗ്രഹിക്കുന്ന ഒരു മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല ഈ വിഷയം. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയാനും പഠിപ്പിക്കാനും ഗ്രഹിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇത് അനുഭവത്തിലൂടെ അറിയേണ്ട കാര്യമാണ്. അനുഭവത്തിലൂടെ അറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അറിയാനായിട്ട് തന്നെയാ ദൈവം അത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കാര്യങ്ങൾ ആയത് സംബന്ധിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ രേഖപ്പെടുത്തിയില്ല എന്തെല്ലാം വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം എന്തെല്ലാം പുസ്തകങ്ങൾ, എത്രയെത്ര പുസ്തകങ്ങൾ. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമാണെങ്കിൽ തന്നെ എന്തോരം എണ്ണമാണെന്ന് ഒരു കൈ കണക്കം ഇല്ല. ഞാൻ എനിക്കൊരു 12-13 വയസ്സ് മുതൽ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. ഇതുവരെ 64 വയസ്സായിട്ടും ഇതുവരെ വായിക്കാത്ത ഒരു വെളിപ്പാട് പുസ്തകം 2 ആഴ്ച മുമ്പ് കിട്ടി. എന്താന്ന് വെച്ചാൽ, ഈ കർത്താവിന്റെ 2ാം വരവിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കുറുപ്പമ്പടിയല്ല കോട്ടപ്പടിയിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം നോക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ അന്വേഷിച്ചിട്ട് ഉള്ള പുസ്തകമൊക്കെ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ ഇന്നയാൾ എഴുതിയ ഒരു വെളിപ്പാട് പുസ്തകം കൊണ്ട് വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് വായിച്ചിട്ടില്ല, കൊണ്ടുവരാൻ പറഞ്ഞു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പം കാര്യങ്ങൾക്ക് മാത്രമേ അതിനകത്ത് അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം രൂപക ഭാഷയിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അതിന് വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നു. ഓരോരുത്തരും വ്യാഖ്യാനം എഴുതുമ്പോൾ അവർ പഠിച്ചതും അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ എഴുതാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം വൈരുദ്ധ്യങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ ഈ മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും എഴുതുമ്പോഴും ഇതുപോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. സ്വപ്നം കണ്ടത്, ദർശനം കണ്ടത്, മരിച്ചവരോട് സംസാരിച്ചത്, മരിച്ചവർ ഇങ്ങോട്ട് സംസാരിച്ചത്, മരിച്ചവരോട് പ്രാർത്ഥിച്ചത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഇങ്ങനെയൊന്നും പോകുന്ന കാര്യാദികൾ. ഇതെല്ലാം ഓരോരുത്തരുടെ അനുഭവങ്ങളായിട്ട് ഒക്കെ ഈ പുസ്തകങ്ങളിലെല്ലാം ഇടയ്ക്ക് കലർത്തി എഴുതിയിട്ടുമുണ്ട്. അത് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ
വചനത്തിൽ ഇന്നതാണ് എന്ന് പറയുകയും എനിക്കോ നിങ്ങൾക്കോ അത് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അംഗീകരിപ്പിക്കാനായിട്ട് ഉദാഹരണങ്ങളും ഉപമകളും വ്യാഖ്യാനങ്ങളും പറഞ്ഞു കൊണ്ടുവന്നാൽ അതെല്ലാം പാളിപ്പോകും. അതാ ഇതിന്റെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ക്രിസ്തീയ മതങ്ങൾ, സമുദായങ്ങൾ അവർ പഠിപ്പിക്കുന്നതും പ്രൊട്ടസ്റ്റന്റ് സഭകൾ പഠിപ്പിക്കുന്നതും കുറെ കൂടെ വേർപാട് സഭകൾ പഠിപ്പിക്കുന്നതും തമ്മിലെല്ലാം ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാടും ഈ വിഷയം സംബന്ധിച്ചുള്ള വചനത്തിന്റെ അറിവും പ്രത്യേകിച്ച് ദൈവകൃപയും കൂടി ചേർന്നില്ലെങ്കിൽ ഇത് പറഞ്ഞു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കൂടെ തികഞ്ഞ ഒരാളുമല്ല ഞാൻ. അതുകൊണ്ട് മറ്റു വിഷയങ്ങളെക്കാൾ ഉപരിയായി ഈ വിഷയം നിങ്ങളും പ്രാർത്ഥിച്ചെന്നെ സഹായിക്കണം, നിങ്ങളും പ്രാർത്ഥിച്ചത് കേൾക്കണം. ഇതിനകത്ത് ഒരു അപാകത വരാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് വളരെ ചുരുക്കമായ രീതിയിൽ മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റു പുസ്തകങ്ങളിലൊക്കെ അധികമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയുകയുള്ളൂ, ചുരുക്കമാക്കുകയുള്ളൂ. വചനത്തിലുള്ളതായ കാര്യങ്ങൾ പഴയ നിയമത്തിൽ ദൈവം വരാൻ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം, പുതിയ നിയമത്തിൽ കർത്താവായ യേശു അരുളി ചെയ്ത കാര്യങ്ങൾ, സഭാ കാലയളവിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ അരുളി ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ, ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെല്ലാം നാം അത് അനുഭവമാക്കുവാൻ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പെടാതിരിക്കുന്നതെല്ലാം തൽക്കാലം നമ്മൾ അറിയേണ്ടതുമല്ല. വെളിപ്പെടാതിരിക്കുന്നതെല്ലാം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. വെളിപ്പെട്ട് കിട്ടിയതെല്ലാം ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. അത്രയുമാണ് ഇതിനകത്തുള്ള കാര്യം. അത് നമ്മൾ ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ആകുല ചിന്തകൾ വരേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞെന്ന് വിചാരിച്ചോ കേട്ടെന്ന് വിചാരിച്ചോ ആരും മരിക്കത്തുമില്ല കേട്ടോ. ഇത് അങ്ങനെയൊക്കെ ഓരോ എന്താ പറയുന്നത്, ഫെയ്ത്ത് തിയോളജി ഒന്നും മറ്റും പറയും. ഒരു സ്പെഷ്യൽ തിയോളജിയാണ് ദൈവശാസ്ത്രം. പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ സംഭവിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ സംഭവിക്കും. എന്തൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതുകൊണ്ട് ഫെയ്ത്ത് തിയോളജി ഒന്നും ഇതിനകത്ത് കൂട്ടേണ്ട കാര്യമില്ല, കൂട്ടേണ്ട കാര്യമില്ല. മരണം 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 മരണം, മരിക്കും 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 എന്ന് പറഞ്ഞാൽ മരിക്കൂല. ഞാനിപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞു ഇതുവരെ സത്യം. അതങ്ങനെ ഒരു കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. അത് ഈ ഫെയ്ത്ത് തിയോളജിയുടെ ഒരു സൈഡാണ്, ഒരു വശമാണ് അത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ, ലാഭകരമായ കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല. ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നതായ കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏത് മനുഷ്യനായാലും ആ മനുഷ്യന്റെ ഈ ലോക ജീവിതത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കും. എന്നിട്ട് അതിന്റെ അവസാനം സംഭവിക്കുന്നതായ മരണത്തെക്കുറിച്ച് കർത്താവ് പറയും. മരിച്ചതങ്ങ് മരിച്ചുപോയില്ലേ, ഏത് മുഖാന്തരത്തിലായാലും അതിനുള്ള ഒരുപിടി കാലം പലതുമുണ്ടോ. മരണം കഴിഞ്ഞിട്ട് മരണാനന്തര ജീവിതം, അതിനെക്കുറിച്ചാണ് പിന്നെ സവിസ്തരമായിട്ട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഈ ലോക ജീവിതം, മനുഷ്യന്റെ മരണം, മനുഷ്യന്റെ മരണാനന്തര ജീവിതം, ഇതാണ് നമ്മുടെ വിഷയം. ഇത് അടിസ്ഥാനപരമായിക്കൊണ്ട് പറഞ്ഞു തുടങ്ങുന്നതിന് ഓരോ പോയിന്റുകൾ ഞാൻ ഓർപ്പിക്കാം. പാസ്റ്റർ ടി എസ് ബാലന്റെ പുസ്തകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ബില്ലി ഗ്രഹാമിന്റെ പുസ്തകത്തിലുമുണ്ട്. വളരെ അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാനത് ചുരുക്കിയേ പറയത്തുള്ളൂ. ദൈവം
ത്രിയേകനാണ് എന്ന് ആദ്യം ഒന്ന് ഓർമ്മിക്കുന്നു. അതെന്തിനാ? അതെ, ഇതൊന്ന് പഠിച്ച് ഒന്ന് ഗ്രഹിച്ചു പോകേണ്ടതിലേക്ക് നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമാണ്. എല്ലാ ക്രിസ്ത്യാനികളും ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അല്ലേ? അത് നമുക്കറിയാം. ആരാ ത്രിയേക ദൈവം എന്ന് പറഞ്ഞാട്ടെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോ തൃത്വത്തെ കുറിച്ച് അല്ല എന്റെ ക്ലാസ്. നമ്മുടെ ക്ലാസ് എന്താ? മരണമാണല്ലോ വിഷയം. അതുകൊണ്ട് ദൈവം ത്രിയേകനാണ്. നിങ്ങൾ എഴുതിയില്ലേ? എഴുതിയെടുക്കുന്നവര് എന്താ? മനുഷ്യന്റെ ഈ ലോക ജീവിതം, മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാനം സംഭവിക്കുന്ന മരണം, മരണാനന്തരമുള്ള മനുഷ്യന്റെ ജീവിതം, ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. പിന്നീട് അതിന്റെ ഒന്നാമത്തെ പോയിന്റ്, ഒന്ന്, ദൈവം ത്രിയേകനാണ്. അതിന് ഒരു വാക്യം എഴുതിയാൽ മതി. ഒരുപടി വാക്യമുണ്ട്. തൃത്വമല്ലല്ലോ നമ്മുടെ വിഷയം. ഒരു വാക്യം മത്തായി 28:19 എല്ലാവർക്കും അറിയാം. മത്തായി 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും, പിന്നെ ഒരുപടി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കണം. അവിടെ ആ തൃത്വത്തിന്റെ മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് നാമം എന്നുള്ള ഏകവചനമായ അല്ലെ, ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നതുമായ ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങ് വിടാം. ഒന്ന്, ദൈവം ത്രിയേകനാണ് എന്ന് നമ്മൾ അറിഞ്ഞ് പഠിച്ച് അംഗീകരിച്ച് വിശ്വസിച്ചിരിക്കണം. അത് ബൈബിളിലെ ഒരു സത്യമാണ്. രണ്ട്, മനുഷ്യനും ഒരു ത്രിയേകനാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് അംഗീകരിച്ച് പഠിച്ച് വിശ്വസിച്ചിരിക്കും. എന്താണ് മനുഷ്യനുള്ള ത്രിയേകം? അത് മറ്റതുപോലെയല്ല. ദേഹം, ദേഹി, ആത്മാവ്. ഞാനിപ്പോൾ ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു വ്യക്തിയാകുന്ന എന്നിൽ, എന്റെ വ്യക്തിത്വത്തിൽ എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങൾ. ഏതാണ്? പുറത്തുള്ളത് ദേഹം, പിന്നെയുള്ളത് ദേഹി, പിന്നെയുള്ളത് ആത്മാവ്. അങ്ങനെ ഒരു ഘടകം. മനുഷ്യനും ത്രിയേകനാണ്. 3 ഘടകങ്ങളാൽ അത്ഭുതകരമായി സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. എന്നാൽ മൃഗങ്ങളോ 2 ഘടകമേ ഉള്ളൂ. ജീവനും പ്രാണനും ദേഹവും. ആത്മാവുണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യൻ എന്തുണ്ട്? ദേഹം, ദേഹി, ആത്മാവ്. ദൂതന്മാർക്ക് എന്തുണ്ട്? ആത്മാവും ജീവനും. ശരീരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദൂതന്മാരെ ആത്മസൃഷ്ടികൾ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലെ പക്ഷിമൃഗാദികളെ പദാർത്ഥ സൃഷ്ടി എന്ന് പഠിപ്പിക്കുന്നു. ആത്മസൃഷ്ടി, പദാർത്ഥ സൃഷ്ടി. ഇതിനിടയിൽ നിൽക്കുന്ന മനുഷ്യൻ ആത്മപദാർത്ഥ സൃഷ്ടി. കാരണം ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ എന്തുണ്ട്? ദേഹവും ജീവനും അതുപോലെ തന്നെ ആത്മാവും ഉണ്ട്. ദേഹം, ദേഹി, ആത്മാവും. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ മനുഷ്യനെ ഏത് വർഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്? ആത്മപദാർത്ഥ സൃഷ്ടിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ദൂതന്മാർ ആത്മസൃഷ്ടി, ഇവിടെയുള്ള മറ്റ് മനുഷ്യനല്ലാത്ത മറ്റെല്ലാം പദാർത്ഥ സൃഷ്ടി. മനുഷ്യൻ മാത്രം 3 ഘടകമുള്ളതിനാൽ ആത്മപദാർത്ഥ സൃഷ്ടി. അതുകൊണ്ട് ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളാൽ അത്ഭുതകരമായി സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ. പിന്നെ ഈ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവ് മനുഷ്യനിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ അവന് മരണം സംഭവിക്കുന്നു. ആത്മാവിന്റെ കൂടെ എന്തും കൂടെ പോകുന്നുണ്ട്? ജീവൻ അല്ല. 3 ഘടകം ഏതാ? ദേഹി. ദേഹിയും ആത്മാവും കൂടെയാണ് ആത്മാ സൃഷ്ടി പോലെയാണ് പോകുന്നത് മരിക്കുമ്പോൾ. ഇത് വസിച്ചുകൊണ്ടിരുന്നതായ കൂട് ആണ് ഈ മൺകൂടാരം. അത് മണ്ണുകൊണ്ട് പണ്ട് ഉണ്ടാക്കിയതാണ്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കയറ്റി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസത്തിലൂടെ അവന് ആത്മാവ് വന്നപ്പോൾ ആ ആത്മാവ് ഈ ശരീരവുമായി ബന്ധിക്കപ്പെടുവാൻ 3ാമതൊരു ഘടകം സംജാതമായി. അതാണ് ദേഹി. അതുകൊണ്ട് ആത്മാവിന് ജഡത്തിലെ ശരീരവുമായി ബന്ധപ്പെടുവാൻ ദേഹി വേണം. ജഡത്തിന് ആത്മാവുമായി ബന്ധപ്പെടുവാൻ അടുക്ക് നിൽക്കുന്ന എന്ത് വേണം? ദേഹി വേണം. അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തിത്വം എന്ന് പറയുന്നത് വചനത്തിൽ
മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇത് രണ്ടും കൂടെ എവിടെ നിൽക്കുന്നു അവിടെ ജയമാണ്. ആത്മാവും ദേഹിയും കൂടെ ഒരുമിച്ച് നിന്നാൽ അവനൊരു ആത്മീകനായിട്ട് മാറും. അതുപോലെ തന്നെ ദേഹവും ദേഹിയും കൂടെ ഒരുമിച്ച് നിന്നാൽ അവൻ ആരായിട്ട് മാറും? അവനൊരു ജഡീകനായിട്ട് മാറും, ഒരു പൈശാചികനായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, ദേഹവും ദേഹിയും ആത്മാവുമുള്ള ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവന്റെ അകത്തിരിക്കുന്ന ആത്മാവിലേക്ക് വന്നിട്ട് ആ ആത്മാവിൽ വസിച്ചുകൊണ്ട് ആത്മാവിനെയും ആത്മാവ് വഴി ദേഹിയെയും ആത്മാവ് ദേഹി വഴി ജഡത്തെയും ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ആത്മീക മനുഷ്യനാകുന്നത്. എന്നാൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇരിക്കുന്നു എങ്കിലും ജഡവും ദേഹിയും കൂടെ കൂടിയാൽ ഈ ആത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒതുക്കാൻ കഴിയും. തെറ്റിദ്ധരിക്കരുത്, പരിശുദ്ധാത്മാവ് ദൈവമല്ല, എങ്ങനെ ഒതുക്കാൻ കഴിയും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്, നിങ്ങൾ ആത്മാവിനെ ദുഷിക്കരുത്, നിങ്ങൾ ആത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ആത്മാവിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? ദുഷിക്കാൻ കഴിയും, കെടുക്കാൻ കഴിയും, ദുഃഖിപ്പിക്കാൻ കഴിയും, വേദനിപ്പിക്കാൻ കഴിയും, ഞരങ്ങാൻ കഴിയും. ആത്മാവുള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, ഞരക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് കഴിയും. അങ്ങനെയാ ഇതിന്റെ നമ്മുടെ അകത്തേക്ക് വന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ദേഹത്തേക്ക് ആത്മാവ് അത്ഭുതകരമായി സംയോജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവമക്കൾക്ക് ഒന്നുകൂടെ ഉണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യനും എന്താ നമുക്ക് പറയാൻ കഴിയും? ത്രിയേകനാണ്, അല്ലേ? അപ്പോ ത്രിയേകനായിരിക്കുന്ന ദൈവം ത്രിവിധ ഘടകങ്ങളോട് കൂടെ മലയാള ഭാഷയിൽ ത്രിയേകനായി എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചു എങ്കിൽ ആ സൃഷ്ടിച്ച മനുഷ്യവർഗത്തിനെല്ലാം അവന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കണമെന്ന് സ്വർഗം കൂട്ടി പ്ലാൻ ചെയ്തു. ഏതാണ് ഈ മനുഷ്യന് സംഭവിക്കേണ്ട 3 കാര്യങ്ങൾ? 1 മനുഷ്യന്റെ ജനനം, 2 മനുഷ്യന്റെ മരണം, 3 മനുഷ്യന്റെ ന്യായവിധി. ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ നിങ്ങൾ എഴുതിക്കൊണ്ട് പോയിക്കളാമേ. ദൈവം ത്രിയേകനാണ്, ഒരു വാക്യം പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മനുഷ്യൻ ത്രിയേകനാണ്. അതിന്റെ വാക്യം ഞാൻ പറഞ്ഞോ? ഇല്ല, ഒരു വാക്യം മതിയല്ലോ. 1 തെസ്സലോനിക്കർ 5:23. അല്ലെങ്കിൽ സമയം നീണ്ടു പോകും. ഉൽപ്പത്തി 2:18 ദേഹിയുണ്ടെന്ന് പറഞ്ഞു. സക്രിയ 12:1-2 ആത്മാവുണ്ടെന്ന് പറഞ്ഞു. ഈ 1 തെസ്സലോനിക്കർ ലേഖനത്തിൽ ദേഹവും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ബൈബിളിൽ 3 ഭാഗത്തായിട്ട് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതാ ഇതിന്റെ രസം. അപ്പൊ അപ്പോഴത്തേക്ക് സമയം അങ്ങ് പോകും. നമ്മുടെ വിഷയം മരണമാണല്ലോ. അതുകൊണ്ട് 1 തെസ്സലോനിക്കർ 5:23 നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും അന്നാളിൽ അനന്യമായി കാക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോ അത് നമ്മൾ എഴുതി. ഇനി ത്രിയേകനായ ദൈവം ത്രിയേകനായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ വേണമെന്ന് നിശ്ചയിച്ചു? 3 അവസ്ഥകൾ, 3 ഘട്ടങ്ങൾ വേണമെന്ന് നിശ്ചയിച്ചു. അതിൽ ഒന്നേതാ? മനുഷ്യന്റെ ജനനം. അപ്പോ അത് എഴുതിക്കൂ, മനുഷ്യന്റെ ത്രിവിധ അനുഭവങ്ങൾ. 1 മനുഷ്യന്റെ ജനനം. ആ ജനനത്തിന്റെ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 17:26. അപ്പോസ്തല പ്രവൃത്തി 17:26 വാക്യം ഇങ്ങനെയാണ്. വാക്യത്തിന് മാറ്റമില്ല. അവൻ ഭൂലോകത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. പൗലോസ് പ്രസംഗിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ. ഉടനെ പൗലോസ് ആ ജനത്തോട് പറയുകയാണ്, അവർ വലിയ തത്വകന്മാരും ജ്ഞാനമൊക്കെ ഉള്ളവരുമാണ്. അവൻ ഭൂലോകത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ഈ മാനവജാതിയെ മുഴുവൻ ഉളവാക്കിയെന്ന് 1-ാം നൂറ്റാണ്ടിൽ പൗലോസ് ജനത്തോട് പ്രസംഗിക്കുകയാണ്. അപ്പോ ആദ്യത്തെ മനുഷ്യനെ എങ്ങനെയാണ് നിർമ്മിച്ചത്? മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ട് അവനെ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളവനാക്കി തീർത്തു. അതല്ലേ ആദാം. രണ്ടാമത് ഹവ്വയെ എങ്ങനെ സൃഷ്ടിച്ചു? ആദാമിന്റെ വാരിയിൽ എടുത്തും അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും അവന്റെ മാംസത്തിൽ നിന്ന് മാംസവും എടുത്ത് ഇന്നത്തെ ഭാഷയിൽ പറയാൻ എളുപ്പമായിട്ട് പ്ലാസ്റ്റിക് സർജറി എന്നായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതും മാറ്റി ക്ലോണിംഗ് എന്നോ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്, അല്ലേ ചേച്ചി? എന്നതാന്ന് ചോദിച്ചാൽ എനിക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം പ്ലാസ്റ്റിക് സർജറി വന്നിട്ട് എനിക്ക് പറയാൻ എളുപ്പമായി. അവ എങ്ങനെ ശ്രദ്ധിച്ചു? അതേ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യവും അപ്പൊ ശരിയാ, ദൈവം ഡോക്ടറായിട്ട് നിർമ്മിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ അവയെയും സൃഷ്ടിച്ചു. പിന്നീട് കായീൻ, ആബേൽ, ശേത്ത് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ജനിച്ചു പോകുന്നത് എങ്ങനെയാ? ഈ സ്ത്രീ പുരുഷനിൽ കൂടെ, അല്ലേ? അതാ പറയുന്നത്, അവൻ ഒരുത്തരിൽ നിന്ന് അവയെ പോലും എവിടെ നിന്നാ ജനിപ്പിച്ചത്? യഥാർത്ഥത്തിൽ ആദമിൽ നിന്നാ ജനിപ്പിച്ചത്. ഒരു വാരിയലിങ് എടുത്തേച്ച് ഈ ആദാമിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക്
സർജറി എടുത്ത അതങ്ങ് ശരിയാക്കിയത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ദൈവശാസ്ത്രത്തിൽ അവൻ ഒരുത്തരിൽ നിന്ന് ഈ ഭൂലോകത്തിലെ മാനവജാതിയെ മുഴുവൻ ഒഴിവാക്കി. അതുകൊണ്ട് മനുഷ്യൻ എന്തുണ്ട്? മനുഷ്യൻ ഒന്നാമതൊരു ജനനമുണ്ട്. ആദാം എങ്ങനെയാണ് ജനിച്ചത്? ആദാമിന് ജനിച്ചതല്ല, ആദാമിനെ ഇല്ലായ്മയിൽ നിന്ന് ഒരേ തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ ഹവ്വയെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല, ഉള്ളതിൽ നിന്ന് ഒരു സർജറി നടത്തി എടുത്തതാണ്. എന്നാൽ പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന ഓരോരുത്തരും ജനിക്കണം എന്നുള്ള നിയമം ദൈവം വെച്ചു. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തു വേണമെന്ന് വെച്ചു? ഒരു ജനനം വേണം. സ്ത്രീ പുരുഷ ബീജ സംഘടനത്താൽ ഒരു ജനനം നടക്കണം എന്ന് വെച്ചു. അതുകൊണ്ട് അതിന്റെ വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 17:26. എബ്രായർ 9:27. എല്ലാവർക്കും അറിയാമല്ലോ. എബ്രായർ 9:27. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ, പിന്നെ വാക്യം നിർത്തുന്നില്ല, ഒത്തിരി കാര്യം പറയുക യേശു ക്രിസ്തുവിന്റെ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ എന്തും കൂടെ വെച്ചിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്? മരണവും ന്യായവിധിയും വെച്ചിട്ടുണ്ട്. ഈ രണ്ട് വാക്യം കൂടെ കൂടിയാൽ എന്ത് കാര്യം കിട്ടി? ഒന്ന്, മനുഷ്യന് ജനനമുണ്ട്. രണ്ട്, പിന്നീട് ഒരിക്കൽ ആ ജനിച്ച മനുഷ്യന് മരണമുണ്ട്. പിന്നീട് ജനിക്കുകയും മരിക്കുകയും ചെയ്ത മനുഷ്യന് ഇനി കർത്താവിന്റെ വരവിൽ മരിക്കാതിരിക്കുന്നവനായാലും എന്ത് വെച്ചിട്ടുണ്ട്? ന്യായവിധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവിശ്വാസി ആയാലും നിരീശ്വരവാദി ആയാലും ക്രിസ്ത്യാനി ആയാലും അക്രൈസ്തവനായാലും നാമധേയ ക്രിസ്ത്യാനി ആയാലും ദൈവപൈതലായാലും ആര് തന്നെയും ആകട്ടെ, മനുഷ്യനാണോ എന്ത് കാര്യം വെച്ചിട്ടുണ്ട്? ഒന്ന്, ഒരിക്കൽ ജനനം, പിന്നെ മറ്റൊരിക്കൽ ജനനം, പിന്നെ മറ്റൊരിക്കൽ ജനനം, മരണം, പിന്നെ ന്യായവിധി. മൂന്ന് കാര്യങ്ങൾ വച്ചിട്ടുണ്ട്. ഈ വചനത്തിന് വല്ലതും മാറ്റമുണ്ടോ? ദൈവം ത്രിയേകനാണെന്നുള്ളത് പോലെ തന്നെ മനുഷ്യൻ ത്രിയേകനാണെന്നുള്ളത് പോലെ തന്നെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജനിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാര്യം പറഞ്ഞ്, ജനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, മരിച്ചിട്ടുണ്ട്. പക്ഷേ ന്യായവിധിയെ സംബന്ധിച്ചിപ്പോൾ പറയാൻ അറിയാൻ മേല, ഇതുവരെ ആരുടെയും ന്യായവിധി ദൈവം നടത്തിയിട്ടില്ല. അവൻ ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അവൻ ന്യായവിധിക്ക് വേണ്ടി ഒരു കാലം നിശ്ചയിച്ചിരിക്കുന്നു. അവൻ ന്യായവിധിക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. ഒത്തിരി വചനങ്ങളുണ്ട്. നമ്മുടെ വിഷയം മരണം, ന്യായവിധി, സ്വർഗം അങ്ങനെയൊന്നും പോകുന്നില്ല. നമ്മുടെ വിഷയം ഏതാണ്? മരണവും മരണാനന്തര ജീവിതവുമാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജനനമുണ്ടെന്ന് നിരീശ്വരവാദികൾക്ക് അറിയാമല്ലോ. കാരണം അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയല്ല ജനിക്കുന്നത്. മരണമുണ്ടെന്ന് നിരീശ്വരവാദികൾക്ക് അറിയാം, കാരണം മരിച്ചു പോകുന്നു. എന്നാൽ ന്യായവിധി ഉണ്ടെന്ന് ഈശ്വരവിശ്വാസികൾക്ക് നല്ല പിടിപാടില്ല. ഈശ്വരവാദികൾക്ക് ഒട്ടും കേട്ടല്ലോ, ശരിയല്ലേ? ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ശരിയായ ഒരു വിഷയത്തെ കുറിച്ചും ശരിയായ ബോധമില്ല. ന്യായവിധി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറുപ്പത്തിൽ വിശ്വസിച്ചിരുന്നത് അവസാനം ദൈവം ഇങ്ങോട്ട് വരും, കർത്താവ് ഇങ്ങോട്ട് വരും. വിശ്വാസ പ്രമാണം അങ്ങനെയല്ല. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എന്നല്ലേ പറയുന്നത്? കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവ് ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എല്ലാവരെയും അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം കേട്ടത് ക്രിസ്ത്യാനികളെ തിരിക്കും, അല്ലാത്തവരെ തിരിക്കും. അല്ലാത്തവരെ എല്ലാം നരകത്തിലും, ക്രിസ്ത്യാനികളെ എല്ലാം സ്വർഗത്തിലും. പിന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ തന്നെ ക്രിസ്ത്യാനികൾ തന്നെ വിഭജനങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പ്ലിറ്റ്. എൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ച ആകപ്പാടെ 1ാം ക്ലാസ് മുതൽ SLC വരെ 5ഉം 3ഉം 8ഉം 3ഉം 11 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലെല്ലാം യാക്കോബായക്കാരും കാത്തലിക്സും തമ്മിൽ ഒത്തിരി എന്താ പറയുന്നത്, ഈ മതപരമായ വെല്ലുവിളി നടക്കുന്ന കാലഘട്ടമാണ്. പിള്ളേരിലെല്ലാം ഉണ്ടത്. ഉടനെ ഓരോരുത്തർ ചോദിക്കും, നീ ആരാടാ, നീ ആരാടാ, ഹിന്ദുവാന്ന് പറഞ്ഞു, മുസ്ലിമാന്ന് പറഞ്ഞു, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നു. ക്രിസ്ത്യാനിയിൽ ഏതാണെന്ന് പറയുന്നത്. അപ്പൊ പറയും യാക്കോബായക്കാരനാണ്. അങ്ങനെയാ ഞങ്ങളുടെ നാട്ടിൽ ഇത് രണ്ടും കൊണ്ടുവന്നു. യാക്കോബായക്കാരും കത്തോലിക്കരും എൻ്റെ ആ നാട്ടിൽ മർക്കോമായി വാചരിക്കാനുള്ള ആരും വേർപാടുകാരൊന്നുമില്ല. ഇത് രണ്ടും. അപ്പോ ഞാൻ യാക്കോബായിൽപ്പെട്ട ആളാണല്ലോ. യാക്കോബായ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മറ്റവർ പറയും, അപ്പൊ നീ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണ്? ഞാനാ ക്രിസ്ത്യാനി. ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ക്രിസ്ത്യാനിയെ മുഴുവൻ ചേർക്കില്ല. ക്രിസ്ത്യാനിയിൽ ഞാൻ നിൽക്കുന്ന എന്റെ പാർട്ടിയെ മാത്രം ചേർത്ത് ബാക്കിയുള്ളതിനെ മുഴുവൻ നരകത്തിലാക്കും. ഇങ്ങനെയാ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലേ? ഇങ്ങനെയാ ഈ ന്യായവിധിയെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. 7 ന്യായവിധിയാണ് ബൈബിളിലുള്ളത്. അത് ന്യായവിധിയുടെ കാര്യം. 2 ഒരെണ്ണം
മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ യേശു ക്രിസ്തുവിലാക്കി കാൽവരി ക്രൂശിൽ വെച്ച് പിതാവായ ദൈവം പാപത്തെ ന്യായം വിധിച്ചു കളഞ്ഞു. നാം പാപം അറിയാത്തവരെ നാം അവരുടെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. രണ്ടാമത് കർത്തൃമേശയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, നാമധേയ ക്രിസ്ത്യാനികളുടെ രീതിയിൽ പറഞ്ഞാൽ കുർബാനയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, വേർപാട് സഭക്കാരുടെ രീതിയിൽ പറഞ്ഞാൽ തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ ഒക്കെ വിഷയം മനസ്സിലായല്ലോ. അപ്പം നമുക്കെന്നും കർത്താവിന്റെ മേശയെന്നും കർത്താവിന്റെ അത്താഴെന്നും 3 പേരെ ബൈബിളിലുള്ളൂ. ബാക്കി പിന്നെ ഓരോരുത്തരും മറ്റു പേര് കൊടുത്തതാ. അതിനോടുള്ള ബന്ധത്തിൽ തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് മാത്രമല്ല, അവനവനെ വിധിച്ചാൽ നല്ലത്. വിധിക്കുന്നില്ല എങ്കിൽ ആര് വിധിക്കും? ദൈവം വിധിക്കും. ദൈവം എന്തിനാ വിധിക്കുന്നത്? ബാലശിക്ഷ തരാൻ വേണ്ടി കേട്ട, ഈ ലോകത്തോടുകൂടെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് അവനവനെ വിധിക്കണം. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി അവനവനെ വിധിക്കണം. അയോഗ്യതയുണ്ടോ എന്ന് ശോധന ചെയ്യാനായിട്ട്. ഇങ്ങനെ 2 ന്യായവിധി, ഇത് രണ്ടും ഒന്ന് മാറ്റി കളഞ്ഞാൽ യേശുവിന്റെ മേലുള്ള പാപത്തിന് മേലുള്ള ന്യായവിധി ഒരിക്കലായിട്ട് തീർന്നു. മറ്റേത് കർത്തൃമേശയോടുള്ള ബന്ധത്തിലാണ്. കർത്തൃമേശ മരിച്ചു പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കർത്തൃമേശ അനുഭവിക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ ആ വിധിയും പോയി. പിന്നെ 7-ൽ 5 ന്യായവിധിയേ ഉള്ളൂ. ഈ 5 ന്യായവിധി അവശേഷിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി ആദ്യത്തെ ന്യായവിധി ദൈവമക്കളെ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ദൈവമക്കൾക്കുള്ള ഒരു ന്യായവിധിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർക്കുള്ള ഒരു ന്യായവിധിയാണ്. മൂന്നാമത്തെ ന്യായവിധി എന്ന് വചനത്തിൽ പറയുന്നത് ജാതികളുടെ മേൽ വരുന്ന ഒരു ന്യായവിധിയാണ്. അടുത്ത ഒരു ന്യായവിധി വീണുപോയ ദൂതന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായവിധിയാണ്. അപ്പൊ എത്രയായി? ദൈവമക്കളുടെ ന്യായവിധി, ഇസ്രായേലിന്റെ ന്യായവിധി, അതുപോലെ തന്നെ ജാതികളുടെ ന്യായവിധി, പിന്നെ ദൂതന്മാരുടെ ന്യായവിധി. 4. അപ്പൊ ഒരു ന്യായവിധി കണ്ടില്ലല്ലോ. പാപികളുടെ സകല പാപികളുടെയും ഉള്ള ദുഷ്ടന്മാരുടെ മേലുള്ള അവസാനത്തെ ന്യായവിധി. സകല പാപികൾക്കും വേണ്ടി കായീൻ മുതൽ അവസാനത്തെ ആൾ വരെയുള്ള ദൈവബന്ധമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, സ്വർഗരാജ്യത്തിലേക്ക് കയറില്ലാത്ത സകല പാപികൾക്കും വേണ്ടിയുള്ള വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. ഇപ്പൊ 5 ആയില്ലേ? ഈ 5 ന്യായവിധി ഇനി അവശേഷിക്കുന്നു. ഈ 5 ന്യായവിധി 5 കാലഘട്ടങ്ങളിലായിട്ട് ദൈവം നടത്താൻ പോവുകയാണ്. ഇതതിന്റെ പരമാർത്ഥം. അതുകൊണ്ട് ആദ്യത്തെ ന്യായവിധി വരാൻ പോകുന്നത് ആർക്കുള്ള ന്യായവിധിയാണ്? രക്ഷിക്കപ്പെട്ടവർക്കുള്ള ന്യായവിധിയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ പേരാണെന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത്. ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ആളുകളാണ്. എൻ്റെ ഒരു ഗുരുവും ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നയാളും നിരീശ്വരവാദിയും യുക്തിവാദിയും മിശ്രവിവാഹ സംഘത്തിന്റെ ലീഡറുമൊക്കെ ആയിരിക്കുന്ന എടമറി ജോസഫ് ലിസ്റ്റിൽ എവിടെയാണ് കിടക്കുന്നത്? യാക്കോബായ ക്രിസ്ത്യാനിയുടെ ലിസ്റ്റിലാണ്. ആൾക്ക് ദൈവവിശ്വാസമുണ്ട് ഇല്ല, യുക്തിവാദിയാണ്, ഈശ്വരവിശ്വാസമില്ല. അപ്പോ ഞാൻ പറയുന്നത് പുള്ളിയുടെ പേരെന്താ? അല്ല, പേര് ഇട്ടിരിക്കുന്ന പേര് തന്നെ ജോസഫ് എന്നാണ്. ജോസഫ് ഇടമറുക എന്ന് വെച്ചാൽ കരയുടെ പേരാ, ദേശത്തിന്റെ പേരാ. ഇടമറുക ജോസഫ്, മൂലിക നാമം ജോസഫ് എന്നാണ്. തോലാനി കുന്നേൽ